LDC LPUP കലാശക്കൊട്ട് എന്ന നമ്മുടെ സീരീസിലെ 6ാമത്തെ ക്ലാസ് ആണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 4/5/2024, അതായത് മെയ് 4, 2024 നടന്ന ഫീമെയിൽ വാർഡൻ, ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് PSC നടത്തിയ പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ സീരീസിൽ 2024 ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ഇതിനോടകം നടന്ന ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ഈ പറയുന്ന സീരീസിന്റെ പ്ലേലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി ബാക്കിയുള്ള ക്ലാസ്സുകളെല്ലാം കാണാവുന്നതാണ്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് സോ ദാറ്റ്. സോ ദാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുക, ദ ജേം ഈസ് ടു സ്മാൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. അതായത് ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടു ടു എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിർമ്മിതമായിട്ടിരിക്കുന്ന സെന്റൻസ് ആണ്. അപ്പൊ അത്തരത്തിൽ ടു ടു എന്ന് പറയുന്നതിനെ സോ ദാറ്റിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നെഗറ്റീവ് സെന്റൻസിലായിരിക്കണം എഴുതേണ്ടത്. അതായത് നോട്ട് എന്ന് പറയുന്ന സംഭവം ചേർക്കണം. അത് എവിടാ ചേർക്കേണ്ടതെന്ന് ഞാൻ പറയാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ടുവിന്റെ സ്ഥാനത്ത് സോ ചേർക്കും. എന്തായി? ദ ജേം ഈസ് സോ സ്മോൾ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ദാറ്റ് ചേർക്കണം. ദാറ്റ്. ഇനി ഈ ബി ഉണ്ടല്ലോ, ബി സി, അതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ഈ ടുവിനെ അങ്ങ് കളഞ്ഞു. അവിടെയാണ് നമ്മൾ ദാറ്റ് ചേർത്തത്. ബാക്കി ഇനി നമുക്ക് എഴുതാനുള്ള ബി സീൻ വിത്ത് എ നേക്കഡ് ഐ എന്നുള്ളത്. ഇങ്ങനെ മാത്രം എഴുതിയാൽ ശരിയാവത്തില്ല. ഇതിനെ എന്താണോ സൂചിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് ഫോം നമ്മൾ എഴുതണം. അതായത് ദ ജേം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് തന്നെ ഈ ദാറ്റിന് ശേഷവും നമ്മൾ എഴുതണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരേ സബ്ജക്റ്റ് ആയതുകൊണ്ട് ദ ജേം നമുക്ക് വീണ്ടും എടുത്തെഴുതേണ്ട കാര്യമില്ല. അതിന് പകരം അതിന്റെ പ്രൊനൗൺ ആയിട്ടുള്ള ഇറ്റ് നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന പി സി എന്ന് പറയുന്നത് ഇവിടുത്തെ വെർബ് ഫോം. ആ വെർബ് ഫോമിന്റെ തൊട്ട് മുമ്പിൽ നമുക്ക് ക്യാനോ കുഡോ എഴുതാം. ക്യാൻ അല്ലെങ്കിൽ കുഡ് എഴുതാം. അതെന്തിനെ ആശ്രയിച്ച? ഈ പറയുന്ന ഭാഗം, അതായത് ഈ സോ അല്ലെങ്കിൽ ദ ജേം ഈസ് സോ സ്മോൾ എന്ന് പറയുന്ന ഈ ഭാഗമില്ലേ, ഈ ഭാഗത്തിലെ ടെൻസ് നോക്കുക. ഇവിടെ നോക്കുക, ഈസ് ആണ് വന്നിരിക്കുന്നത്. ഈസ് ആകുമ്പോൾ പ്രസന്റ് ആണല്ലോ. പ്രസന്റ് ആണെങ്കിൽ നമുക്ക് ക്യാൻ എഴുതാം. ഇവിടെ പാസ്റ്റ് ആണെങ്കിലോ നമുക്ക് കുഡ് എഴുതാമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാൻ എഴുതാം. ഇറ്റ് ക്യാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യാൻ്റെ കൂടെ നോട്ടും കൂടെ ചേർക്കും. അപ്പൊ എന്തായി? കനോട്ട്. അപ്പൊ എങ്ങനെ ആയിരിക്കണം ആൻസർ? ഇറ്റ് കനോട്ട് ബി സീൻ വിത്ത് എ നേക്കഡ് ഐ എന്ന് പറയണം. അപ്പൊ എങ്ങനെ ആവണം? ദ ജേം ഈസ് സോ സ്മോൾ ദാറ്റ് ഇറ്റ് കനോട്ട് ബി, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി. കനോട്ടിന്റെ ഷോർട്ട് ഫോം എന്താണ്? കാൻഡ് ആണ്. ഇറ്റ് കനോട്ട് ബി എന്ന് വരാം, ഇറ്റ് ക്യാൻ ബി നമ്മുടെ ഓപ്ഷനിൽ വരാം. ഇറ്റ് ക്യാൻ ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. അപ്പൊ അത്തരത്തിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. നോക്കാം, ദ ജേം ഈസ് സോ എഴുതിയിട്ടുണ്ട്, ഇവിടെയും ദാറ്റ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ജേമിന്റെ പ്രൊനൗൺ നമ്മൾ ഇറ്റ് എഴുതി, പിന്നെ ക്യാൻ എഴുതി, പിന്നെ ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? നോട്ടില്ല. അപ്പൊ ഇത് തെറ്റാണ്. ഇവിടെ നോക്കുമ്പോൾ ദ ജേം ഈസ് സോ സ്മാൾ ദാറ്റ് ഇറ്റ് കനോട്ട് ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ട് വരിക. ഈ ബാക്കിയുള്ളവ നമുക്ക് നോക്കാം. ഇതിപ്പോ ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ ബാക്കിയുള്ളവയിൽ നമുക്ക് നോക്കാം. നോക്കുന്ന സമയത്ത് ഇവിടെ സോ ഉണ്ട്, ബട്ട് ഇവിടെ കുഡ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ പ്രസന്റ് ആകുമ്പോൾ ഇവിടെ പാസ്റ്റ് ആകാൻ പാടില്ല. പിന്നെ ഇവിടെ സോ എഴുതി, പക്ഷേ എന്താ സംഭവിച്ചത്? ഈ ടു ബി സീൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വീണ്ടും എഴുതി വെച്ചു. അങ്ങനെ എഴുതാൻ പാടില്ല. ഇവിടെ ടു ആയിരുന്നെങ്കിൽ നമുക്ക് ടു ബി സീൻ എന്ന് പറഞ്ഞിട്ട് എഴുതാമായിരുന്നു. സോ വന്ന സ്ഥിതിക്ക് നമുക്ക് ദാറ്റ് എഴുതണം. അതിനുശേഷം ഈ സബ്ജക്റ്റിന്റെ പ്രൊനൗൺ ഫോം എഴുതണം. പിന്നെ ക്യാനോ ആണോ കുഡ് ആണോ നമ്മൾ ഇവിടുത്തെ ടെൻസ് നോക്കി എഴുതണം. പിന്നെ ടു ആയതുകൊണ്ട് നമുക്ക് നോട്ട് എഴുതണം. അങ്ങനെ വേണം എഴുതി വരാൻ. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരത്തിൽ നമ്മൾ ടുവുമായി ബന്ധപ്പെട്ട് വരുന്ന സെന്റൻസിനെ റീറൈറ്റ് ചെയ്യുന്ന സമയത്ത് സോ ദാറ്റ് കൊണ്ട് റീറൈറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടുവിന്റെ സ്ഥാനത്ത് സോ എഴുതുക, എന്നിട്ട് തുടർന്നുള്ള അഡ്ജക്റ്റീവ് എഴുതുക,
സ്മാൾ ആണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്. അതിനുശേഷം നമ്മൾ ദാറ്റ് എഴുതണം. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കുക, ആ സെൻറ്റൻസിൽ സബ്ജക്റ്റ് നോക്കുക, ആ സബ്ജക്റ്റിന് അനുസൃതമായിട്ടുള്ള എന്താണ് പ്രൊനൗൺ ആയിരിക്കണം എഴുതേണ്ടത്. ഇവിടെ ജയം എന്നായതുകൊണ്ട് നമുക്ക് ഇറ്റ് എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു പേഴ്സൺ ആയിരുന്നെങ്കിലോ, ഇപ്പം മഹേഷ് എന്നായിരുന്നെങ്കിൽ നമുക്ക് ഹി എന്ന് എഴുതാമായിരുന്നു. അപ്പൊ ആ സബ്ജക്റ്റിനനുസരിച്ചുള്ള പ്രൊനൗൺ നമ്മൾ എഴുതണം. എന്നിട്ട് അതിനുശേഷം നമ്മൾ ക്യാനോ കുഡോ എഴുതണം. ക്യാൻ എഴുതേണ്ടത് എന്തിനെ ആശ്രയിച്ച, അല്ലെ ക്യാനോ കുഡോ എഴുതേണ്ടത് എന്തിനെ ആശ്രയിച്ചായിരിക്കണം? ഈ പറയുന്ന സെൻറ്റൻസിന്റെ ടെൻസ് നോക്കുക. ഇവിടെ ഈസ് എന്നാണ് വന്നിരിക്കുന്നത്. ഈസ് പ്രസന്റ് ആയതുകൊണ്ട് നമുക്ക് ക്യാൻ എഴുതാം. ഇവിടെ വാസ് ആയിരുന്നെങ്കിൽ നമുക്ക് കുഡ് എഴുതാം. അങ്ങനെ ക്യാനോ കുഡോ എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് അതിനൂടെ ചേർക്കണം. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന നെക്സ്റ്റ് പാർട്ടിലെ വെർബ് തൊട്ട് എഴുതുക. ഇവിടെ ബി സീനാണ് ഇവിടുത്തെ വെർബ്, അതൊട്ട് എഴുതുക വിത്ത് എ നേക്കഡ്. അപ്പോൾ ദ ജെയിം ഈസ് സോ സ്മാൾ ദാറ്റ് ഇറ്റ് ക്യാൻ ബി സീൻ വിത്ത് എ നേക്കഡ് ഐ എന്ന് ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വേർഡ് ഇക്വലന്റ് ടു എ ഫീലിംഗ് ഓഫ് ഷൈനെസ് ഓർ എംബറാസ്മെന്റ് that stops you from doing or saying what you really want. ഇത് വൺ വേർഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ്? എ ഫീലിംഗ് ഓഫ് ഷൈനെസ് ഓർ എംബറാസ്മെന്റ് that stops you from doing or saying what you really want. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്ത് പറയണമെന്നോ ആഗ്രഹിക്കുന്നതിനെ തടയുന്ന ഒരു തരം എന്താണ് എംബറാസ്മെന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഷൈനെസ് ഉണ്ടല്ലോ. അപ്പൊ അതിനെ നമുക്ക് എന്തായിരിക്കാം പറയുക? നമ്മൾ സഭാകമ്പം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനെ നമുക്ക് എന്തായിരിക്കും എൻ്റെ വൺ വേർഡ് ആയിട്ട് പറയാൻ പറ്റുക? ഇൻഹിബിഷൻ ആണ് പറയാൻ പറ്റുക. അതാണ് ഇൻഹിബിഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. മിസറബിൾ നമുക്കറിയാം ദയനീയം, പെസിമിസം നമുക്കറിയാം ശുഭാപ്തി വിശ്വാസമില്ലായ്മ, അഗ്രസീവ്നെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആക്രമണോത്സുകത, അല്ലേ? അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഇൻഹിബിഷൻ ആണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. fill in the blank in the given below sentence. Neither of them dash me. നമ്മൾ മനസ്സിലാക്കേണ്ടത് നെയ്തർ അല്ലെങ്കിൽ എയ്തർ. നെയ്തറും എയ്തറും എത്ര പേരെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്? രണ്ട് പേരെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നെയ്തറും. ഓക്കെ, എന്നാൽ നണ്ണ് വരികയാണെങ്കിലോ ഒന്നിൽ കൂടുതൽ പേരെ കുറിച്ച് പറയാൻ വേണ്ടി നണ്ണ് ഉപയോഗിക്കാം. അപ്പൊ നൺ ഓഫ് ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. നെയ്തർ ഓഫ് ദം എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് പേരേ ഉള്ളൂ. അപ്പൊ നെയ്തർ ആയാലും എയ്തർ ആയാലും. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നെയ്തർ വന്നാലും എയ്തർ വന്നാലും നമ്മുടെ വെർബ് ഫോം എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏത്? ലവ് സിംഗുലർ ആണോ? അല്ല. ആർ ലവിങ് സിംഗുലർ ആണോ? അല്ല, പ്ലൂറലാണ്. ഹാസ് ലവ് ഇല്ലാത്ത ഹാസ് സിംഗുലർ ആണ്. പക്ഷെ ഹാസ് ഓർ ഹാവ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ V3 ഫോം എഴുതാവും. ലൗഡ് എന്നായിരുന്നു നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാമായിരുന്നു. അപ്പൊ ഇതും അല്ല. ലവ്സ് നോക്കുമ്പോൾ അതെന്താണ്? സിംഗുലർ ആണ്. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പൊ എന്താ എങ്ങനെ വരും? നെയ്തർ ഓഫ് ദം ലവ്സ് മീ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ച് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്ക്, അലാസ് മൈ അങ്കിൾ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ഈസ് സെറ്റ്. ഇത് നോക്കുമ്പോൾ ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്താ? ഇവിടെ നോക്കുക, അലാസ് എന്ന് പറയുന്ന ഒരു ഇന്റർജെക്ഷൻ വന്നിട്ടുണ്ട്. എന്താണ് ഇന്റർജെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ട്രോങ് ഫീലിങ്സിനെ സൂചിപ്പിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ശക്തമായ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്ന വാക്ക്. അതിന് നമുക്ക് ഇന്റർജെക്ഷൻ എന്ന് പറയാം. അലാസ് എന്ന് പറയുന്ന അത് ഇന്റർജെക്ഷൻ ആണ്. അത് ശക്തമായ വികാരത്തെ പ്രകടിപ്പിക്കുന്നു. എങ്ങനെയുള്ള വികാരം? ദുഃഖത്തെ, ദയനീയതയെ, സങ്കടത്തെ ഒക്കെ അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന വേർഡാണ് അലാസ്. അപ്പം സങ്കടം, വിഷമം, ദയനീയത ഇതെന്നൊക്കെ പറയുന്ന ശക്തമായ വികാരങ്ങളാണ്. സോ ആ വേർഡിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇന്റർജെക്ഷൻ എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ മൈ അങ്കിൾ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് തന്നിരിക്കുന്നത്. ഇതിനെ മൊത്തത്തിൽ നമുക്ക് എങ്ങനെയുള്ള സെന്റൻസ് എന്ന് വിളിക്കാം? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് വിളിക്കാം. എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ പ്രത്യേകത എന്താ? സ്ട്രോങ് ഫീലിങ്സിനെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. സാധാരണ എക്സ്ക്ലമേറ്ററി സെന്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ക്ലെയിംഡ് ദാറ്റ് എന്ന് എഴുതാം. അങ്ങനെയുള്ള ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് അല്ലെങ്കിൽ സാധാരണ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും തുടങ്ങുക? ഒന്നിൽ വാട്ടിൽ തുടങ്ങാം, അല്ലെങ്കിൽ ഹൗവിൽ തുടങ്ങാം. വാട്ട് എ വണ്ടർഫുൾ പിക്ചർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ഹൗ ബ്യൂട്ടിഫുൾ യു ആർ എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അങ്ങനെയാണ് പൊതുവെ തുടങ്ങുക. എന്നാൽ
നമുക്ക് എക്സ്ക്ലമേറ്ററി സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ഫോമിലും എഴുതാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ സ്റ്റേറ്റ്മെന്റ് ഫോമിൽ എഴുതാം. സ്റ്റേറ്റ്മെന്റ് ഫോം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ആ രീതിയിൽ നമുക്ക് എഴുതാം. അങ്ങനെ എഴുതിയിട്ട് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ചെയ്യുക, ആ സെന്റൻസുകളുടെ തൊട്ട് മുമ്പിൽ ഇത്തരത്തിലൊരു ഇന്റർജെക്ഷൻ തരും, എന്നിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിച്ചോണം ഇത് എന്താണ്, ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എന്നാൽ ഇങ്ങനെയുള്ള സെന്റൻസുകളെ നമുക്ക് എക്സ്ക്ലെയിംഡ് ദാറ്റ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ തന്നിരിക്കുന്ന ഇന്റർജെക്ഷൻ ഉണ്ടല്ലോ, അതായത് ഓരോരോ ശക്തമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ഇന്റർജെക്ഷൻ അല്ലെങ്കിൽ വാക്കുകൾ, അവ എന്തിനെ സൂചിപ്പിക്കുന്നു അത് നമ്മൾ എഴുതണം. ഇവിടെ അലാസ് എന്ന് പറയുന്നത് കരച്ചിലിനെ സൂചിപ്പിക്കുന്നത്, സങ്കടത്തെ സൂചിപ്പിക്കുന്നത്. അപ്പൊ കരയുക എന്ന് പറയുമ്പോൾ ക്രൈ എന്നാ പറയുന്നത്. അപ്പൊ ക്രൈഡ് എന്ന് പറയുന്ന വാക്ക് വരണം, അത് വന്നേ പറ്റത്തുള്ളൂ. ഇവിടെ ക്രൈഡ് എന്ന് വന്നിരിക്കുന്ന വാക്കുകൾ ഏത്? ഹി ക്രൈഡ്, ഇവിടെ ഹി ക്രൈഡ്. അപ്പൊ അതുകൊണ്ട് ബി ടി നമുക്ക് പരിഗണിക്കാം. ഇനി നമ്മൾ നോക്കേണ്ടത് ശരിയായ രീതിയിലാണോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇവിടെ മൈ അങ്കിൾ, ഹി ആണല്ലോ പറഞ്ഞത്, അവനാ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലമാണ്. അപ്പൊ കഴിഞ്ഞ കാലത്തിൽ ഇത് വരാൻ പാടും. അപ്പൊ മൈ അങ്കിൾ എന്ന് പറയുമ്പോൾ ഹിസ് അങ്കിൾ എന്ന് വരും. ഹിസ് അങ്കിൾ, ഇവിടെയും ഹിസ് അങ്കിൾ ഉണ്ട്. എന്നാൽ ഇവിടെ കയറി അലാസ് എന്ന് എഴുതി അങ്ങനെ എഴുതാൻ പാടില്ല. നമ്മൾ ഈ ക്രൈഡ് ഔട്ട് അല്ലെങ്കിൽ ക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആൻസറിൽ അലാസ് എന്ന് എഴുതാൻ പാടില്ല. അപ്പം തുടക്കത്തിൽ നമുക്ക് ഇതിനെ അങ്ങ് കളയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതായിരിക്കും ആൻസർ. നമുക്ക് നോക്കാം. ഹിസ് അങ്കിൾ, ഈ മെറ്റ് എന്താണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് എന്താവണം, പാസ്റ്റ് പെർഫെക്റ്റ് ആവണം. അതായത് ഹാഡ് പ്ലസ് V3 എന്ന് ആകണം. അപ്പൊ മെറ്റ് ഹാഡ് മെറ്റായി വിത്ത് ആൻ ആക്സിഡന്റ്. അങ്ങനെ ആകുമ്പോൾ എന്തുകൊണ്ടും ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഹി ക്രൈഡ് ഔട്ട് ദാറ്റ് ഹിസ് അങ്കിൾ ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. അടുത്ത ചോദ്യം, ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാനാണ് പറയുന്നത്. ഇവിടെ നോക്കാം, ഫാസ്റ്റർ ദാൻ എന്ന് പറയുമ്പോൾ ഇത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഫാസ്റ്റർ എന്നുള്ളത് കമ്പാരിറ്റീവ് ആണ്. എന്തിൻ്റെ? ഫാസ്റ്റ് എന്ന് പറയുന്ന പോസിറ്റീവ് ഡിഗ്രിയുടെ കമ്പാരിറ്റീവ് ആണ് ഫാസ്റ്റർ. അതിന്റെ സൂപ്പർലേറ്റീവ് എന്തായിരിക്കും? ഫാസ്റ്റസ്റ്റ്. ഫാസ്റ്റസ്റ്റ് എന്ന് വന്നിരിക്കുന്ന അല്ലെ, ഫാസ്റ്റസ്റ്റ് എന്ന് വന്നിരിക്കുന്ന വാക്കുണ്ടോ എന്ന് നോക്കുക. ഇവിടെ നമ്മുടെ ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ ഫാസ്റ്റർ വന്നിരിക്കുന്നത്, അത് തെറ്റാണ്. എന്നാൽ ഇവിടെ ഫാസ്റ്റസ്റ്റ് ഒന്നുണ്ട്, ഫാസ്റ്റസ്റ്റ് എന്ന് ഉണ്ട്, പക്ഷെ അതിനുശേഷം ദാൻ വന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കമ്പാരിറ്റീവിടെ കൂടെ ദാൻ ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ ഇതും തെറ്റാണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഫാസ്റ്റസ്റ്റ് ഒപ്പം അതിന്റെ തൊട്ട് മുമ്പ് ദായുണ്ട്. സൂപ്പർലേറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ദാ ഉപയോഗിച്ചിരിക്കണം. അപ്പൊ അങ്ങനെ വെച്ചാൽ ഇത് കറക്റ്റ് ആണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും ഫാസ്റ്റർ എന്നാണ് വന്നിരിക്കുന്നത്, അതും കമ്പാരിറ്റീവ് തന്നെയാണ്. അപ്പൊ തെറ്റാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് വന്നത് ഏതാണ്? ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. സി എന്ന് പറയുന്ന ഓപ്ഷൻ. ഓഫ് ആൾ തിങ്സ് ഇൻ ദ വേൾഡ് ലൈറ്റ് ട്രാവൽസ് ദ ഫാസ്റ്റസ്റ്റ്. ഇതാണ് കറക്റ്റ് ആൻസർ, സി എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഗിവൺ ബിലോ. ദ ബർഗ്ലർ ജംപ്ഡ് ഡാഷ് ദ കോമ്പൗണ്ട് വാൾ. അതായത് ഈ കോമ്പൗണ്ട് വാളിന്റെ മീതെ അതിന്റെ മുകളിലൂടെ ബർഗ്ലർ ചാടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മുകളിലൂടെ, മീതെ എന്നൊക്കെ വരണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഏതായിരിക്കണം? ഓവർ ആയിരിക്കണം. ഓവർ. ദ ബർഗ്ലർ ജംപ്ഡ് ഓവർ ദ കോമ്പൗണ്ട് വാൾ എന്നാണ് കറക്റ്റ് ആൻസർ. അടുത്ത് ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടുത്തെ ഇഡിയം ടൈ യുവർസെൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്നുള്ളതാണ് ഇവിടുത്തെ ഇഡിയം. അതിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ടൈ യുവർസെൽഫ് അപ്പ് ഇൻ നോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇത് ഇനി നമ്മുടെ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇപ്പൊ നോട്ട് ചെയ്യുക. ടൈ യുവർസെൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്ന് വെച്ചാൽ ബിക്കം വെരി കൺഫ്യൂസ്ഡ്. നമ്മൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആകുക. എപ്പോഴാ? വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ്. നമ്മൾ എന്തെങ്കിലും കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നതിന് നമ്മൾ ടൈ യുവർസെൽഫ് അപ്പ് ഇൻ നോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇത് നമുക്ക് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓൺ ഡാഷ് വേ വി സാ ഡാഷ് വൺ ഐഡ് ബെഗർ. ഇവിടെ എന്ത് വരിക? മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങൾ പോയ വഴി അല്ലെങ്കിൽ ഞങ്ങൾ വരുന്ന വഴി എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഒരു ഡെസ്റ്റിനേഷനുമായി ബന്ധപ്പെട്ട അവിടെ ഒരു ലക്ഷ്യമുണ്ട്, എവിടെ എത്തണമെന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ ആ പ്ലേസിലേക്ക് പോകേണ്ട വഴി, അപ്പോൾ തീർച്ചയായിട്ടും ആ വഴി എന്താണ്? ഡെഫിനിറ്റ് ആണ്, സ്പെസിഫൈ ചെയ്യുന്ന വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഇവിടെ ദായാണ് കറക്റ്റ് ആൻസർ. ഓൺ ദ വേ. ഇനി ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളൊരു വൺ ഐഡ് ബെഗറിനെ കണ്ടു. ഇത് പലപ്പോഴും എത്രയോ വർഷം കൊണ്ട് PSC ചോദിക്കുന്നത് വൺ ഐഡ് വെച്ചു. ഈ വൺ ഐഡ് ബെഗർ, ബാക്കിയുള്ള ചില ഭാഗങ്ങളൊക്കെ മാറ്റം വരാം അല്ലേ, പക്ഷേ ഈ വൺ ഐഡ് ബെഗർ എന്ന് പറയുന്നത് PSC ആണ്ട് 10-30 വർഷം കൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യം പല പരീക്ഷകളും ചോദിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വൺ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓയാണിത്. ഓ നമ്മൾ നോക്കുമ്പോൾ വവലാണ്. അവിടെ നമ്മൾ ആൻ എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അക്ഷരങ്ങളെ നോക്കിയല്ല, പകരം അവിടുത്തെ ഉച്ചാരണമാണ് നോക്കേണ്ടത്. ഇവിടെ നോക്കാം, വാ എന്നാണ് വന്നിരിക്കുന്നത്. വാ എന്ന് പറയുന്നത് എന്താണ്? കൺസണന്റ് സൗണ്ട് ആണ്. സോ നമ്മൾ എ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ദ എ എന്ന് വന്നിരിക്കുന്നത് ഏതാ? ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓൺ ദ വേ വി സാ എ വൺ ഐഡ് ബെഗർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് നോക്കുക, വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് ദ അബ്രിവിയേഷൻ ഗിവൺ ബിലോ? AM. AMന്റെ എക്സ്പാൻഷൻ ആണ് ചോദിച്ചത്. നമുക്കറിയാം AM നമ്മൾ പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? രാവിലത്തെ സെഷനെയാണ് നമ്മൾ പറയുന്നത്. മധ്യാഹ്നത്തിന് മുന്നേ. മധ്യാഹ്നം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മിഡ് ഡേ ആണ്. പകുതി ദിവസം അതിൻ്റെ മുന്നിലുള്ളത്. അപ്പം മിഡ് ഡേക്ക് മുമ്പുള്ളത്. അപ്പം അങ്ങനെ വന്നിരിക്കും നോക്കാം, ബിഫോർ മിഡ് ഡേ. പിന്നെ ആൻറ്റി. ഇതാണ് കറക്റ്റ് ആൻസർ, ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ആൻറ്റി മെറിഡി, ബിഫോർ മിഡ്. അടുത്ത് നോക്കാം, ഫൈൻഡ് ഒരു സിനോണിം ഫോർ ദ വേർഡ് ഫിയേർഡ്. ഫിയേർഡ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം ആണ് ചോദിച്ചത്. എന്താണ് ഫിയേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്വാറൽ എന്നാണ്, വഴക്ക്, ശത്രുത. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഈ പറയുന്ന ചോദ്യത്തിലും 10 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ചോദ്യപേപ്പറിലും 10 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒപ്പം തന്നെ അതിൻ്റെ അനുബന്ധ വസ്തുതകളും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഈ പറയുന്ന LDC അതുപോലെ തന്നെ LPUP പരീക്ഷകൾക്ക് വേണ്ടി ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.